വളരെ ഭക്തിസാന്ദ്രമായി മാകാളിയോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് സുധാചന്ദ്രനെയും കൂട്ടരെയുമാണ് നമ്മൾ കാണുന്നത്. ഇത് വർഷാവർഷമായിട്ട് സുധാചന്ദ്രൻ നടത്തുന്ന ഒരു ദൈവികമായ ഒരു പരിപാടിയും കൂടിയാണ്, ഒരു വേർഷിപ്പിംഗ് ആണ്. ആ വേർഷിപ്പിങ്ങിനിടയിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്നതിന് പിന്നാലെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് സുധാചന്ദ്രൻ ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും നാളായിട്ട് ഒന്നും ഉണ്ടാകാതിരുന്ന ആ ഒരു ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന സുധാചന്ദ്രൻ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. ഈ ചടങ്ങ് നടക്കുന്നതിനിടയിൽ സുധയുടെ കയ്യിൽ നിന്ന് പോവുകയും കൂടെ ഉണ്ടായിരുന്ന ഒരു ഭക്തന്റെ കയ്യിൽ കടിക്കുകയും അങ്ങനെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സുധാചന്ദ്രനെ പിടിച്ചു നിർത്താൻ പാടുപെട്ടുകൊണ്ടിരുന്ന അവിടെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. സുധാചന്ദ്രൻ ഒരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് മാത്രമല്ല, ബോളിവുഡ് സിനിമകളിൽ ഉൾപ്പെടെ സുധാചന്ദ്രൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പല പല സിനിമകളിലും സുധ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ സജീവം അല്ലെങ്കിൽ പോലും ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. സുധാചന്ദ്രൻ ഒരു ഭരതനാട്യം ഡാൻസർ കൂടിയാണ്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് റാപ്പിഡ്ലിയാണ് വൈറലായത്. എന്തോ ദൈവികമായ ശക്തി സുധാചന്ദ്രന്റെ മേളിലേക്ക് വന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. പലരും കാന്താരയിൽ ഋഷഭ് ഷെട്ടിക്ക് സംഭവിച്ചതുപോലെ സുധാചന്ദ്രന് ഇതിൽ സംഭവിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കാന്താര എന്ന സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അതിനകത്ത് ഗുളികൻ കയറുക എന്നുള്ള രീതിയിലാണ് ഋഷഭ് പിന്നീട് ആ സിനിമയിലെ ക്ലൈമാക്സിലൊക്കെ അഭിനയിക്കുകയും ചെയ്തിരുന്നത്. അതുപോലെ സുധാചന്ദ്രന് സംഭവിച്ചു. അത് ദൈവികമായ എന്തോ ശക്തി സുധാചന്ദ്രന്റെ മുകളിൽ എത്തി. അത് കാരണമാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെറ്റിസൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. ഇതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് സുധാചന്ദ്രനോട് ജനങ്ങളും മാധ്യമങ്ങളും ഉൾപ്പെടെ ചോദിക്കുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികളൊന്നും തന്നെ സുധ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്, എന്തായിരിക്കും ആ കാരണം? ഇതാണ് എവരും. ജീവിതം നമുക്ക് നേരെ വലിയൊരു കല്ലെറിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് തകർന്നു വീഴാം, അല്ലെങ്കിൽ ആ കല്ല് ചവിട്ടുപടിയാക്കി ഉയരങ്ങളിലേക്ക് കയറാം. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്ത ഒരു അപൂർവ വ്യക്തിത്വമാണ് സുധാചന്ദ്രൻ. ഇന്ന് ഇന്റർനെറ്റിൽ വൈറലാകുന്ന ഒരു വീഡിയോയുടെ പേരിൽ അവർ ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. അത് ഭക്തിയുടെ ഉന്മാദമാണോ, മികച്ച അഭിനയമാണോ, അതോ ഒരു മനുഷ്യന്റെ നിയന്ത്രണം വിട്ട അവസ്ഥയാണോ? ഈ മൂന്ന് കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. 1981 ഒരു ബസ് അപകടത്തിൽ സ്വന്തം കാല് നഷ്ടപ്പെട്ട് 16 വയസ്സുകാരിയെ ഓർക്കുക. ഒരു നർത്തകിക്ക് അവളുടെ കാല് നഷ്ടപ്പെടുക എന്നാൽ അത് ലോകം അവസാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ അവർ അവിടെ തോറ്റുകൊടുത്തില്ല. കൃത്രിമ കാല് വെച്ച് അവർ നൃത്തവേദികൾ കീഴടക്കി. ഇന്ന് ആ വ്യക്തിയെ സീരിയലിലെ അഭിനയം എന്നൊക്കെ പരിഹസിക്കുമ്പോൾ ആ പോരാട്ട വീര്യത്തെയാണ് നമ്മൾ അപമാനിക്കുന്നത്. വികാരങ്ങളെ അടിച്ചമർത്തി ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിൽ എപ്പോഴാണ് ഒരു വിസ്ഫോടനം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാനാകില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കണ്ടത്? അവർ കരയുന്നു, ചിരിക്കുന്നു, ഒരാളെ കടിക്കാൻ തുനിയുന്നു. ഇതിനെ മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഒരു വ്യക്തി അമിതമായിട്ട് ഭക്തിയിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഡിസോസിയേറ്റീവ് അവസ്ഥയാകാം. ഇത് ലോകം മുഴുവനും തന്റെ വേദനകൾ കാണാതെ തന്നെ ആരാധിക്കുമ്പോൾ ആ ആത്മീയ വേദിയിൽ അവർ തന്റെ സകല ഭാരങ്ങളും ഇറക്കി വെച്ചതാകാം. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരാൾ പരസ്യമായിട്ട് പൊട്ടിക്കരഞ്ഞാൽ നമുക്കത് നാടകമാണ്. ഒരാൾ സ്വയം മറന്ന് നൃത്തം ചെയ്താൽ അത് അഭിനയമാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ഇത്തരം വികാരങ്ങളെ ഒരു ഫ്രെയിമിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ശീലം. സുധാചന്ദ്രൻ എന്ന വ്യക്തിക്ക് അവിടെ സംഭവിച്ചതും ആത്മീയമായ ഒരു വിടുതലയാണെങ്കിൽ അതിനെ പരിഹസിക്കാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? പിന്നെ മറ്റൊരു വശത്തേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പലരും സംശയിക്കുന്നത് പോലെ ഇതൊരു സീരിയൽ ക്ലിപ്പിംഗ് ആണോ എന്നുള്ളത്. ആ വീഡിയോയുടെ ക്വാളിറ്റിയും ആംഗിളുകളും നോക്കിയാൽ തന്നെ ഒരു ഷൂട്ടിംഗ് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ സുധാചന്ദ്രൻ എന്ന നടി തന്റെ കഥാപാത്രത്തിന് വേണ്ടി നൽകിയ പരമാവധി അർപ്പണബോധമാകാം നമ്മൾ അവിടെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ അഭിനയ മികവിനുള്ള അംഗീകാരമാണ് നൽകേണ്ടത്, അല്ലാതെ നാണം കെട്ടു എന്ന പരിഹാസമല്ല. കലയും ജീവിതവും തമ്മിലുള്ള ഒരു നൂൽപാലത്തിലൂടെ നടക്കുന്നവരാണ് ഈ ഒരു കലാകാരന്മാരെല്ലാം. അവരെ സംബന്ധിച്ച് ഭക്തിയും അഭിനയം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചിന്തിച്ച് തലപുകയ്ക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. അത് അഭിനയമാണെങ്കിൽ കലയെ ബഹുമാനിക്കുക, അത് അവരുടെ യഥാർത്ഥ വികാരമാണെങ്കിൽ ആ വ്യക്തിയെ ബഹുമാനിക്കുക. ഒരാൾ തന്റെ നിയന്ത്രണം വിട്ട് പെരുമാറുന്നത് കാണും അത് മൊബൈലിൽ പകർത്തി ചിരിക്കുന്ന നമ്മളാണോ, അതോ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവരാണോ യഥാർത്ഥത്തിൽ പരിഹാസ്യർ? സുധാചന്ദ്രൻ എന്ന പേര് നമുക്ക് നൽകുന്നത് അതിജീവനത്തിന്റെ പാഠമാണ്. ആ പാഠം ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് മാഞ്ഞു പോകുന്നതുമല്ല. ഒരുപക്ഷെ സുധാചന്ദ്രന്റെ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായേക്കാം. പക്ഷെ ഇത് ബാക്കി വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ ഒരാൾ മാനസികമായോ അല്ലെങ്കിൽ വൈകാരികമായോ തളർന്നു പോകുന്ന ഒരു നിമിഷം, ആ നിമിഷത്തെ ഒരു ഫോൺ ക്യാമറയിൽ പകർത്തി ലോകത്തിന് മുന്നിൽ
പരിഹാസപാത്രമാകുന്നത് എത്രത്തോളം ശരിയാണ്? അതിപ്പോ സുധാചന്ദ്രനായാലും നിങ്ങളായാലും ഞാനായാലും ശരി, ഓരോ മനുഷ്യനും അയാളുടേതായിട്ടുള്ള സ്വകാര്യതയ്ക്കും ബഹുമാനത്തിനും അർഹനാണ്. ഇനി ഇതൊരു അഭിനയമാണെങ്കിൽ പോലും ഒരു കലാകാരി തന്റെ കലയ്ക്ക് വേണ്ടി ഇത്രത്തോളം ആത്മാവ് നൽകുന്നുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഭക്തിയും അഭിനയവും തമ്മിലുള്ള ഈ ഒരു തർക്കത്തെക്കാൾ ഉപരി നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ വികാരങ്ങളെ ഒന്ന് മാനിക്കാൻ പഠിക്കാം. കാരണം ലോകം കാണുന്ന പ്രശസ്തിക്കും തിളക്കത്തിനും അപ്പുറം നമ്മളെ പോലെ തന്നെ വികാരങ്ങളുള്ള പച്ചയായിട്ടുള്ള മനുഷ്യരാണ് അവരും. എന്തായാലും ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലത്ത് വൈറലാവുക എന്നതിനേക്കാൾ പ്രധാനം വിവേകമുള്ളവരാകുക എന്നതാണ്. എന്തായാലും ഒരാളുടെ വീഴ്ചയോ തളർച്ചയോ നമ്മുടെ വിനോദമാകാതിരിക്കട്ടെ. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എന്റെ ഈ വിശകലനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്ക് നന്ദി, നമസ്കാരം.